എൻ്റെ മനാണശ്ശേരി എന്ന നാടകം 40 വേദികൾ അവതരിപ്പിച്ചു. പുതിയ നാടകം വേണം. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ശരിക്കും ഈ രാജകുളം നായരുടെയും ജനാർദ്ദനക്കുറുപ്പിൻ്റെയും മനസ്സിലേക്ക് നേരത്തെ തോപ്പിൽ ഭാസി പറഞ്ഞ ഓർമ്മ വരികയും അവരത് എമ്മനോട് പറയുകയും എമ്മൻ വഴി അടൂർ ലോക്കപ്പിൽ പോയി. അപ്പോഴത്തേക്ക് തോപ്പിൽ ഭാസി അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ലോക്കപ്പിലാവുന്നു. അന്ന് അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ നേരെ അങ്ങ് ജയിലിലേക്ക് കൊണ്ടുപോയില്ല, ലോക്കപ്പിലിടുകയും നിരന്തരമായി വർദ്ധിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് കോടതിയിൽ പോലും ഹാജരാക്കുന്നത്. അങ്ങനെ പോലീസിൻ്റെ മർദ്ദനമേറ്റുകൊണ്ട് ലോക്കപ്പിൽ കിടക്കുന്ന തോപ്പിൽ ഭാസിയെ KPSCയുടെ ഭാരവാഹികൾ കേശവപുരി സാറിൻ്റെ സഹായത്തോടെ പോയി കാണുകയും ഈ നാടകം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നാടകത്തിന് ചില മാറ്റങ്ങളൊക്കെ വേണ്ടിവരും എന്ന് പറഞ്ഞപ്പോൾ ഭാസി പറയുന്നു, എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ ഈ നാടകം അവതരിപ്പിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ആ നാടകം അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം 1952 ഡിസംബർ 6 അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ നാടകകൃത്ത് ആ നാടകം കാണുന്നതേയില്ല, അരങ്ങിൽ നാടകം കാണുന്നതില്ല. രചിതപാഠം മാത്രമേ തോപ്പിൽ ഭാസിയുടെ മനസ്സിലുള്ളൂ, രംഗപാഠം തോപ്പിൽ ഭാസി അറിയുന്നതേയില്ല. രാജകുളം നായരും ജനാർദ്ദനക്കുറുപ്പുമാണ് നാടകം സംവിധാനം ചെയ്യുന്നത്. അവർ നാടകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. നാടകത്തിൽ 2-3 സീനുകൾ അവർ പുതുതായി എഴുതി ചേർത്തു. നാടകത്തിൽ തോപ്പിൽ ഭാസി എഴുതിയ നാടകത്തിൽ വില്ലൻ കഥാപാത്രമായിരുന്ന കേശവൻ നായരുടെ മകൾ രംഗത്ത് വരുന്നില്ല, സുമാവലിയെ രംഗത്ത് കൊണ്ടുവരുന്നു. വലിയ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ആ നാടകത്തിൽ വരുത്തി. അങ്ങനെയാണ് ആ നാടകം അരങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. അരങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിലൊരു വലിയ അധ്വാനം ഇവർക്ക് വേണ്ടി വന്നു. ഈ നാടകം അരങ്ങിൽ കൊണ്ടുവരുമ്പോൾ നാടകത്തിലെ കഥാപാത്രങ്ങളെ കണ്ടെത്തണം, നാടകം അവതരിപ്പിക്കുന്ന സ്ഥലം കണ്ടെത്തണം, നാടകത്തിൻ്റെ റിഹേഴ്സൽ നടത്തണം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. അങ്ങനെ നാടകത്തിൻ്റെ റിഹേഴ്സലും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിനുള്ള സഹായത്തിനായിട്ടാണ് ഇതിൻ്റെ ഒരു കൺവീനറെ ഇവർ കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തിയ കൺവീനർ വഴി ഈ നാടകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചവറയിൽ നടത്തി. അങ്ങനെയാണ് ചവറയിലേക്ക് ഇതെത്തുന്നത്. അങ്ങനെയാണ് ചവറക്കാരനായിട്ട് ഇതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചതാണ്. അപ്പോൾ ഇതാണ് ആ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ നാടകത്തിലെ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയത് കാമ്പിശ്ശേരി കരുണാകരനെയാണ്. കാമ്പിശ്ശേരി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തിയിരുന്നൊരു ഘട്ടമാണത്. കാമ്പിശ്ശേരിക്ക് ബാല്യകാലത്ത് തോപ്പിൽ ഭാസിയും കാമ്പിശ്ശേരിയും കൂടെ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാമ്പിശ്ശേരിയിലേക്ക് എത്തുന്നതിന് ഇവരെ സഹായിച്ചത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്ന കൃഷ്ണപിള്ളയാണ്. അത് തോപ്പിൽ ഭാസിയുടെ അനുജനാണ്, തോപ്പിൽ കൃഷ്ണപിള്ള. ഞാൻ പറഞ്ഞു വരുന്നത് KPSCയുമായി ആദ്യ ബന്ധമുണ്ടാകുന്നത്, നേർബന്ധമുണ്ടാകുന്നത് തോപ്പിൽ ഭാസിക്കല്ല, അനുജനായ തോപ്പിൽ കൃഷ്ണപിള്ളയാണ്. തോപ്പിൽ കൃഷ്ണപിള്ളയാണ് പറയുന്നത് കാമ്പിശ്ശേരിയെ കുറിച്ച് പറയുന്നത്. അങ്ങനെ കാമ്പിശ്ശേരിയെ കണ്ടപ്പോൾ കാമ്പിശ്ശേരിയെ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് നിശ്ചയിക്കുന്നു, മെലിഞ്ഞു പൊക്കം ഉള്ള കാമ്പിശ്ശേരി ആയിരിക്കണം ഇതിൽ പരമപിള്ള എന്ന വേഷം ചെയ്യുന്നത്. അങ്ങനെ പരമപിള്ളയായി കാമ്പിശ്ശേരി വരുന്നു. സുമാവലിയായിട്ട് സുന്ദരിയായ സുലോചന വരുന്നു. പ്രധാന നടന്മാരെയൊക്കെ കണ്ടെത്തുന്നു. അപ്പോഴാണ് ഇതിൽ നായക കഥാപാത്രം പരമപിള്ളയുടെ മകൻ ഒരാൾ വേണം. അതിനുവേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള അന്വേഷണങ്ങൾ പല ഭാഗങ്ങളിൽ നടത്തി അവസാനം അവർ കണ്ടെത്തുന്നത് വളരെ ചെറുപ്പക്കാരനായ ഒരു പാട്ടുപാടാനും അഭിനയിക്കാനും ഒക്കെ കഴിവുള്ള കഥാപ്രസംഗക്കാരനായ ഒരു ചെറുപ്പക്കാരനെയാണ്. ആ ചെറുപ്പക്കാരൻ പിൽക്കാലത്തെ കഥാപ്രസംഗ വേദിയുടെ അമരക്കാരനായി മാറി. അദ്ദേഹത്തിൻ്റെ പേര് സാംബശിവൻ എന്നാണ്. സാംബശിവൻ KPSCയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റാക്കിയ നാടകത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളാണ് സാംബശിവൻ. സാംബശിവൻ മാത്രമല്ല, ആ നാടകത്തിൽ അതിലേക്ക് മാലയുടെ കഥാപാത്രം ആദ്യമായി ഇന്ത്യൻ നാടകവേദിയിൽ ഒരു ദളിത് കഥാപാത്രം അരങ്ങിലേക്ക് എത്തുകയാണ്. അത് മാല എന്ന കഥാപാത്രമാണ്. മാലയെ അവതരിപ്പിച്ചത് സുധർമ്മയാണ്. സുധർമ്മയോട് ആവശ്യപ്പെടുന്നു, ആരെങ്കിലും പരിചയമുള്ള കുട്ടികളുണ്ടോ, ഈ നാടകത്തിൽ ഒരു പെൺകുട്ടി വേണം എന്ന് പറയുന്നു. അങ്ങനെ അവർ സുധർമ്മയുടെ ഒരു ബന്ധുവായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു. കൊല്ലത്തുള്ള വിജയകുമാരിയെ കണ്ടെത്തുന്നു. വിജയകുമാരിയാണ് ഈ നാടകത്തിൽ പെൺകുട്ടിയുടെ കഥാപാത്രം അവതരിപ്പിച്ചത്. പിൽക്കാലത്ത് വിജയകുമാരി മലയാള നാടകവേദിയിലെ വളരെ അറിയപ്പെടുന്ന നടിയായി മാറി. മാത്രമല്ല അവരുടെ ഭർത്താവ് അതിനേക്കാൾ വലിയ നടനായി മാറി, ഓമാധവൻ KPSCയിലേക്ക് വരുന്നതും അവിചാരിതമായിട്ടാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിന് മുൻപ് തന്നെ ഓമാധവൻ നാടകത്തിൽ വരുന്നു. എൻ്റെ മകനാണ് ശരിയിലേക്ക് വരുന്നു. എൻ്റെ മകനാണ് ശരി എന്ന നാടകത്തിലെ കുട്ടപ്പൻ എന്ന കഥാപാത്രം, കിളിമാനൂർ കുട്ടപ്പൻ, അദ്ദേഹമാണ് ആ വേഷം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം കിളിമാനൂർ കുട്ടപ്പന് വരാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിലാണ് കിളിമാനൂർ കുട്ടപ്പനും സഖാവായിരുന്നു, യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തകനായിരുന്നു. മറ്റൊരു സുഹൃത്തിനോട് പറയുന്നു. അപ്പോൾ യുവജന ഫെഡറേഷൻ്റെ ഒരു ലീഡർ എന്ന തരത്തിൽ ഓമാധവനോട് വിവരം അറിയുന്നു. ഓമാധവൻ പറയുന്നു, വേറെ ആരും സഹായിക്കാൻ അല്ലെങ്കിൽ ഞാൻ സഹായിക്കാം. ഓമാധവൻ അതിനു മുമ്പ് ഒരിക്കലും ആരെങ്കിലും വന്നിട്ടില്ല, മറ്റു യാതൊരു പ്രവർത്തനം നടത്തിയിട്ടില്ല. തൻ്റെ കൂടെയുള്ളൊരു സഖാവിനെ സഹായിക്കുക എന്ന ഒരു കാഴ്ചപ്പാടിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പോകുന്നു. ഒരു രാത്രി കൊണ്ട് മുഴുവൻ ഒരു ശനിയാഴ്ചയാണ് അവതരണം, വെള്ളിയാഴ്ച രാവിലെയാണ് പറയുന്നത്, വെള്ളി പൂർണ്ണം, ശനി പകൽ പൂർണ്ണമായിട്ടും. അങ്ങനെ ഒരു ദിവസവും
മറ്റൊരു പകലും കൊണ്ട് ഈ സ്ക്രിപ്റ്റ് മുഴുവൻ പഠിക്കുകയും കിളിമാന കുട്ടപ്പന് പകരം ഓ മാധവൻ എൻ്റെ പനാനുശ്ശേരി എന്ന നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മാധവൻ ഇതിലേക്ക് വരുന്നത്. പിന്നീട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം വന്നപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് ഓ മാധവൻ മാറുന്നു. എൻ്റെ പനാനുശ്ശേരി എന്ന നാടകം മലയാള നാടകവേദിയിൽ മാത്രമല്ല ഇന്ത്യൻ നാടകവേദിയിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കി. മലയാള നാടകവേദിയിൽ അതുവരെ ഉണ്ടായിരുന്നത് ഈ തമിഴ് നാടകത്തിൻ്റെ സ്വാധീനവും തമിഴ് നാടകങ്ങളുടെ അനുകരണ മതത്തിൽ സദാരമയും കരുണയും ഒക്കെയാണ് അവതരിപ്പിച്ചത്. അതിലെല്ലാം നായകൻ വരുന്നത് കർണാട്ടിക് മ്യൂസിക്കൊക്കെ പാടിക്കൊണ്ട് സർവാഭരണ വിഭൂഷണനായ നായകനെയാണ് നമ്മൾ കണ്ടിരുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നാടകത്തിലുടനീളം ഒരു മുട്ടിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഒറ്റമുണ്ട് കൊടുത്ത് ഒരാൾ അർത്ഥനഗ്നനായി അരങ്ങിൽ നിൽക്കുകയാണ്. ഇന്നത്തെ പോലെ 2.5 മണിക്കൂറല്ല, 4.5-5 മണിക്കൂർ നാടകമുണ്ടായിരുന്നു. അപ്പോൾ ഈ നാടകം ഉടനീളം ഇങ്ങനെ അർത്ഥനഗ്നനായ ഒരാളെ നായകനായി കാണുക എന്ന സാധാരണമായ ഒരു കാഴ്ചയാണ് മലയാള നാടകവേദിയിൽ ഉണ്ടായത്. ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൻ്റെ ആദ്യാവതരണം നടന്ന ചവറയിലെ സുദർശന തിയേറ്ററിൽ ഈ നാടകം കണ്ട അന്ന് 1952 കണ്ട 6-7 വരെ എനിക്ക് നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായി. നിങ്ങളെ ഒളിവിലെ APC ചരിത്രം എഴുതുന്ന കണ്ടത് 1998. അവർ എന്നോട് പറഞ്ഞൊരു അനുഭവമുണ്ട്. അത് നാടകം തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചട്ടമ്പികളായ കുറേ ആളുകൾ, കോൺഗ്രസ്സുകാരായ കുറേ ആളുകൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ആളുകൾ, ഇവരൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ അന്ന് വളരെ അപകടകാരികളായിട്ടാണ് കണ്ടിരുന്നത്, ക്രിമിനൽസ് ആയിട്ടാണ് അത് കണ്ടിരുന്നത്. അത്തരമൊരു സാമൂഹിക സാഹചര്യത്തിൽ വളരെ യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രതിനിധികളായി എത്തിയ ആളുകൾ നാടകത്തെ കല്ലെറിയുകയും നടീനടന്മാരെ ആക്രമിക്കുകയും ചെയ്യാൻ തയ്യാറായിട്ടാണ് പകുതി ആളുകൾ എത്തിയിരുന്നത്. ആ എത്തിയിരുന്ന പകുതി ആളുകൾ കല്ലെറിയാൻ മറന്നു പോവുകയും നാടകം കണ്ടിരിക്കുകയും തങ്ങൾ തന്നെയാണ് ഈ അരങ്ങിൽ വരുന്നത് എന്നവർക്ക് മനസ്സിലാവുന്നു. അവരുടെ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെയാണ് നാടകത്തിൽ ഉണ്ടായിരുന്നത്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, സാധാരണ ജനങ്ങളുടെ ധർമ്മസങ്കടങ്ങൾ, പട്ടിണി പാവങ്ങളുടെ ദുഃഖം, ഇതൊക്കെ അരങ്ങിലേക്ക് എത്തിയപ്പോൾ അവരതുമായിട്ട് താതാമ്യം പ്രാപിക്കുകയും നാടകം അവസാനിച്ചപ്പോൾ നാടകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രത്യേകത, ഈ നാടകമാണ് ഇന്ത്യൻ നാടകത്തിൽ ആദ്യമായിട്ട് അരങ്ങിൽ ചെങ്കൊടി ഉയർത്തിയ നാടകം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയാണ്. നാടകം തുടങ്ങുമ്പോൾ വീട്ടിനുള്ളിലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞ് അധസ്ഥിതരായ ആളുകളെ പടിക്ക് പുറത്ത് നിർത്തിയിരുന്ന പരമപിള്ള എന്ന നായർ പ്രമാണി നാടകം അവസാനിക്കുമ്പോൾ അതേ കീഴാള പെൺകൊടിയായ മാലയോട് പറയുന്ന മോളെ ആ കൊടി ഞാനിതൊന്ന് ഉയർത്തി പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടി ഉയർത്തി പിടിച്ചപ്പോൾ ഓഡിയൻസിലിരുന്ന ആരോ സദസ്സിൽ നിന്ന് വിളിച്ചു, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചു. ഈ കണ്ടിരുന്ന മുഴുവൻ ആളുകളും, തിയേറ്ററിൽ കണ്ടിരുന്ന മുഴുവൻ ആളുകളും, ഈ നാടകം തല്ലി തകർക്കാനും വന്നിരുന്ന നാടകപ്രവർത്തകരെ ആക്രമിക്കാൻ വന്നിരുന്ന ആളുകൾ ഉൾപ്പെടെ അറിയാതെ വിളിച്ചു പോയി ഇൻകുലാബ് സിന്ദാബാദ്. ഞാൻ നേരിട്ട് കണ്ട ആളുകളിൽ 7 പേരിൽ 2 പേർ കോൺഗ്രസ്സുകാരാണ്. അപ്പോഴും 1998 അവർ അപ്പോഴും കോൺഗ്രസ്സുകാരാണ്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങളും വിളിച്ചു ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചു. അതാണ് കേരളത്തിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൻ്റെ വിജയ ചരിത്രം. അതാണ് ഈ നാടകം കേരളത്തിലുടനീളം അവതരിപ്പിക്കുന്നു. ഇപ്പോഴും 75ാം വാർഷികം ആഘോഷിക്കുന്ന KPSC ഇപ്പോഴും അവതരിപ്പിക്കുന്ന ഒരു നാടകം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തന്നെയാണ്.